How's it, Ihan? ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളോട് സുഖമായിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങൾ നാട്ടിലേക്കൊന്ന് പോവാണ്. ജസ്റ്റ് ഒരു 15 ദിവസത്തെ ഒരു ലീവിന് വേണ്ടി പോവാണ്. 2 ആഴ്ച നാട്ടിൽ ഒക്കെ അങ്ങനെ പോവാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു ഇറങ്ങാൻ നിൽക്കണം. അപ്പോൾ ഇക്കാണ്ടൊരു ഫ്രണ്ട് വന്നു, അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഹാൻ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നാട്ടിൽ പോകണം, നാട്ടിൽ ഇവനിവിടെ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ നാട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവിടെ കസിൻസും എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ കളിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ഇതിലാണ്. അപ്പോൾ എനിക്കൊരു പെട്ടിയുണ്ട്, ആ പെട്ടിയാണ് അവൻ്റെ മെയിൻ. അത് വിട്ടൊരു കളിയില്ല, എപ്പോഴും അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം. നാട്ടിലെത്തിയാലും ഇവൻ വലിയ ഗൾഫുകാരനാണല്ലോ, അപ്പോൾ പെട്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും. അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നാട്ടിൽ ആരൊക്കെ ഉണ്ട്. അപ്പം പറയുന്നത് ഉമ്മമ്മായി, അത്ത, അണ്ണൻ, അങ്ങനെ എല്ലാവരുടെ പേരും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് വാങ്ങിച്ചു, അവരുടെ കൂടെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അവൻ. ഭയങ്കര ഡാൻസും അവിടെ എത്തുമ്പോൾ ഉമ്മച്ചി അത് നോക്ക് ഇത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ഊബറിലാണ് പോണത്. ഇവിടുന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ, 20 മിനിറ്റ് ഉണ്ടാവുള്ളൂ എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങളൊരു 7:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. 7:30 ഇറങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ 8 മണിയാകുമ്പത്തിന് എത്തും. പിന്നെ ചെക്കിംഗ് ഒക്കെ ഓൾറെഡി ബോർഡിംഗ് പാസ്സൊക്കെ ഓൺലൈനിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കൂടെ നേരത്തെ അവിടെ പോയി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ലഗേജ് വിടേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് ഉറക്കം വന്ന പോലെ ആയപ്പോൾ അവൻ്റെ മടിയിൽ കയറി ഇരുന്നതാണ്. അപ്പോഴത്തേക്കും ഏകദേശം എത്തി. ഇത് വന്നിട്ട് അവിടെയുള്ള ഖത്തറിൽ ഈ കിങ്സിനൊക്കെ പോകാനുള്ള എയർപോർട്ടാണത്. നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. പിന്നെ ഈ കാണുന്നതാണ് എയർപോർട്ട്. ഇവിടുന്ന് 20 മിനിറ്റൊക്കെ ഉള്ളൂ. പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് എത്തി. ഞങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത് ഖത്തർ എയർവേസിൻ്റെ പറഞ്ഞു. ഞങ്ങൾ 4-ലാണ്. അങ്ങനെ അവിടെ നിർത്തി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അവന് മേലെ ഇരിക്കണം പറഞ്ഞു. അങ്ങനെ അതിൽ കയറി ഇരുത്തിയതാണ്. അവൻ എപ്പോഴും അങ്ങനെ ഇരുത്താറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പോയി വരും. അപ്പോൾ അവനറിയാം എന്താണ് എവിടെയാണ് എല്ലാം എന്നൊക്കെ കൃത്യമായിട്ട് അവൻ്റെ മൈൻഡിൽ എപ്പോഴും ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ മതി, അവന് കറക്റ്റ് മൈൻഡിലുണ്ടാവും. ഇപ്പം നാട്ടിൽ പോവുകയാണെങ്കിൽ നാട്ടിൽ എന്തൊക്കെയുണ്ട്, നാട്ടിൽ എവിടെയൊക്കെ പോകണം എന്നൊക്കെ അവന് കറക്റ്റ് മൈൻഡിലുണ്ടാവും. അങ്ങനെയാണ് അവൻ. പിന്നെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞു, ഒക്കെ കൊടുത്തു കഴിഞ്ഞു, ഒക്കെ നടക്കണം. അപ്പത്തിന് അവന് പെട്ടി പിടിച്ച് മതിയായി. കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ അവൻ്റെ ഈ പെട്ടിയിൽ. അവൻ്റെ സ്നാക്സ്, ഒരു ചൂട് ഡ്രസ്സ്, പാമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. എന്നാലും അവനിങ്ങ് മതിയായി. കുറേ അങ്ങോട്ട് ഇതായപ്പോഴത്തേക്കും മതി. പിന്നെ കുറച്ച് നേരം ഞാൻ പേടിക്കണം. പിന്നെ കുറേ കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പേടിക്കും, ഉമ്മച്ചി ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് പേടിക്കും. അങ്ങനെയാണ് അവൻ. ഫുൾ എൻജോയ് മൂഡിലാണ്, വേറൊരു മൂഡിലാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട് എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒറ്റയ്ക്ക് കളിക്കുന്ന കാരണം കൊണ്ടായിരിക്കാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. നമുക്ക് ബീലായിരുന്നു, പെട്ടെന്ന് എത്തും. ബീലിക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്തുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്ന് ജസ്റ്റ് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് എന്താ കഴിച്ചത്, ഒരു ഫ്രൂട്ട്സിൻ്റെ എന്തോ വാങ്ങിച്ചു. ഞാനും അവനും കൂടെ അത് കഴിച്ചു. നട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഇവിടുന്ന് ഹെവി ആയിട്ട് കഴിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് 9 മണിക്കാണ് ഗേറ്റ് ഓപ്പൺ ആവുക. അപ്പോൾ 9 മണി എന്ന് പറഞ്ഞാൽ 9:30 ഉള്ളിലൊക്കെ കയറിയാൽ മതി. അവിടെ അതിൻ്റെ ഉള്ളിൽ പോയാലും കുറച്ച് നേരം അവിടെ ഇരിക്കും. എന്നിട്ട് കറക്റ്റ് സമയമാകുമ്പോഴാണ് ഫ്ലൈറ്റിലേക്ക് കയറ്റുള്ളൂ. How's it, Ihan? How's it? Super? Imma നോക്ക്. Ihan, ഇത് നോക്ക്, അമ്മച്ചി നോക്ക്. പിന്നെ ഞങ്ങൾ നേരെ ഫ്ലൈറ്റിൽ കയറി നമ്മുടെ സീറ്റിലിരുന്നു. പിന്നെ അവൻ അവിടെയുള്ള ബുക്കും പേപ്പറും
അതൊക്കെ എടുക്കും. എന്താമച്ചി ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ പോരാ, അവന് കുറേ പ്രാവശ്യം അത് പറഞ്ഞു കൊടുത്ത് തന്നെ എക്സൈറ്റ്മെൻറ്റ് കാരണം കൊണ്ടായിരിക്കും ഇതെന്താ അങ്ങനെ, ഇതെന്തിനാ അങ്ങനെ പോണത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവന് നല്ല ഹാപ്പി ആവും. പിന്നെ ഫ്ലൈറ്റ് എടുക്കണതും ഇറങ്ങണതും ഒക്കെ അവന് കാണണം. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഇക്കാൻ്റെ അനിയനും ഫാമിലിയും ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും മാക്സിമം അങ്ങനെ വരാറാണ് നോക്കാറുള്ളത്. ഒരുമിച്ച് അങ്ങനെ വരും. ഞങ്ങളൊരു 5 മണിയാകുമ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അവരുടെ ഫ്ലൈറ്റ് ഒരു 5:30 ആകുമ്പോൾ ലാൻഡ് ചെയ്തു. ആ ഒരു ടൈമിനനുസരിച്ച് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാറ്. അപ്പോൾ ഒരുമിച്ച് വീട്ടിൽ പോയി വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാമല്ലോ എന്നിട്ട് അങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മളൊരു ഫംഗ്ഷന് വേണ്ടി നാട്ടിൽ വന്നതാണ്. പിന്നെ ഇക്കാൻ്റെ പാരൻസാണ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് കണ്ട സന്തോഷമാണ് അവർക്ക് പേരക്കുട്ടികളെ കണ്ട സന്തോഷം നമ്മൾ വരുമ്പോൾ കാണുന്ന ഒരു ഇതല്ലേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു ആരോഗ്യം പിന്നെ അങ്ങോട്ട് ഉണ്ടായില്ല. പിന്നെ രാത്രി വീട്ടിലായിരുന്നു ഫംഗ്ഷൻ, അത് ബിരിയാണിക്കായിരുന്നു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.